കസേര കിട്ടാത്തത് കൊണ്ടാണ് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് മാറിയതെന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. വി.ഡി. സതീശൻ ശ്രീനിവാസന്റെയും രഞ്ജിത്തിന്റെയും കൊലയാളികളെ കണ്ടു. പിറ്റേ ദിവസം സന്ദീപ് വാര്യർ കോൺഗ്രസിൽ ചേർന്നു. സന്ദീപിനെതിരെ മുൻപ് നടപടി എടുത്തിരുന്നുവെന്നും നടപടി എന്തിനായിരുന്നുവെന്ന് തന്റെ മാന്യത കൊണ്ട് പറയുന്നില്ലെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. വിവരങ്ങളുമായി ശിവദാസ് കന്മനം ചേർന്നുണ്ട്. ശിവദാസ്, ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കൃത്യമായൊരു മറുപടി ഇതിൽ നൽകിയിരിക്കുകയാണ്. അദ്ദേഹം മറ്റ് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? ശിവദാസ്, കേൾക്കാമെങ്കിൽ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോയ ആ വാർത്ത വന്നതിന് പിന്നാലെ തന്നെ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ചില കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം മറ്റെന്തൊക്കെ പ്രസക്തമായ കാര്യങ്ങളാണ് പറഞ്ഞത്? പ്രധാനമായും കെ സുരേന്ദ്രൻ പറഞ്ഞ കാര്യം സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോയത് ഒരു തരത്തിലും പാർട്ടിയെ ബാധിക്കില്ല എന്നാണ് ഏറ്റവും പ്രധാനമായും അദ്ദേഹം പറഞ്ഞ കാര്യം. കാരണം ഒരു കസേര കിട്ടാത്തതിന്റെ പേരിൽ മാത്രമാണ് അദ്ദേഹം കോൺഗ്രസിലേക്ക് പോയത്. അതുകൊണ്ട് തന്നെ അത് ബി.ജെ.പിയെ സംബന്ധിച്ച് ഒരു തരത്തിലും ബാധിക്കില്ല. പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യം, ഈ ഒരു തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ അദ്ദേഹം ഈ കോൺഗ്രസിലേക്ക് പോയത് ഒരു കൃത്യമായ ആസൂത്രണത്തിന്റെയും കൃത്യമായ ഒരു ഗൂഢാലോചനയുടെയും ഫലമായിട്ട് തന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ അത്തരത്തിലുള്ള ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. അതിന്റെ തുടർച്ചയായാണ് ഇപ്പോൾ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോയത് എന്ന് അദ്ദേഹം കൃത്യമായി തന്നെ പറയുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, വി.ഡി. സതീശൻ ശ്രീനിവാസിന്റെയും അതോടൊപ്പം രഞ്ജിത്ത് ശ്രീനിവാസിന്റെയും എല്ലാം തന്നെ പ്രതികളുടെ വീട്ടിൽ പോയിരുന്നു. അതിന്റെ തൊട്ടടുത്ത ദിവസം ആണ് ഇപ്പോൾ സന്ദീപ് വാര്യർ കോൺഗ്രസിൽ ചേർന്നത്. ഇതിനു പിന്നിലെല്ലാം തന്നെ കൃത്യമായൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. എന്തായാലും സന്ദീപിനെതിരെ മുൻപ് ബി.ജെ.പി. നടപടി എടുത്തിരുന്നു. പക്ഷേ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇപ്പോൾ പറയുന്നില്ല. കാരണം ഇതൊരു മര്യാദയുടെ ഭാഗമായാണ് ഇപ്പോഴും അക്കാര്യം അദ്ദേഹം ഈ പാർട്ടി വിട്ടപ്പോൾ പോലും ആ കാര്യങ്ങളൊന്നും തന്നെ ഇപ്പോൾ പറയാതിരിക്കുന്നത്. അതൊരു രാഷ്ട്രീയ മര്യാദയുടെ ഭാഗമായി കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ഇപ്പോൾ അക്കാര്യങ്ങളൊന്നും തന്നെ പറയുന്നില്ല. ഒരു തരത്തിലും സന്ദീപ് വാര്യർ പാർട്ടി വിട്ടത് ഒരു തരത്തിലും ബാധിക്കില്ല എന്നാണ് പ്രധാനമായും അദ്ദേഹം പറഞ്ഞു വെച്ച ഒരു കാര്യം.